കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ പാരമ്പര്യത്തെ പുരോഗതിയുമായി സംയോജിപ്പിച്ച് വിശാലമായ സാംസ്കാരിക നവോത്ഥാനത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തുടക്കമിട്ടത്. പുരാതന ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് മുതൽ വിസ്മരിക്കപ്പെട്ടവരെ ആദരിക്കുന്നതുവരെ രാജ്യത്തിന്റെ സാംസ്കാരിക പുനരുജ്ജീവനം അഭിമാനത്തിന്റെയും പുരോഗതിയുടെയും സ്തംഭമാക്കി മാറ്റി. തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത പദ്ധതികൾ രാജ്യത്തുടനീളമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പരിവർത്തനാത്മകമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. വാരാണസിയിലെ കാശി വിശ്വനാഥ ഇടനാഴിയുടെ പുനർവികസനം ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളിൽ ഒന്നാണ്. ക്ഷേത്രത്തിനു ചുറ്റും മനോഹരമായ കല്ലുകൾ പാകിയ ഇടനാഴികൾ ക്ഷേത്ര നഗരത്തെ ഗംഗാ നദീഘാട്ടുകളുമായി ബന്ധിപ്പിക്കുന്നു. ഇത് ആത്മീയ ടൂറിസത്തിന്റെ സാംസ്കാരിക കേന്ദ്രമാക്കി വാരാണസിയെ മാറ്റി. ഉജ്ജയിനിൽ മഹാകാൽ ലോക് പദ്ധതി മഹാകലേശ്വർ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് ലോകോത്തര സൗകര്യങ്ങൾ കൊണ്ടുവന്നു. ഹംപിയിലെ കാലാതീതമായ ക്ഷേത്രങ്ങൾ മുതൽ ശാസ്ത്രീയ സംഗീതത്തിന്റെയും നൃത്തത്തിനും വരെ ഭാരതീയ പൈതൃകത്തിന് പുതിയ ഊർജ്ജം നൽകി. പ്രസാദ് പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള ആരാധനാലയങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. പള്ളികൾ, ആരാധനാലയങ്ങൾ എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ സമ്പന്നമായ ആത്മീയ മേഖലയ്ക്ക് പുനരുദ്ധാരണ പദ്ധതികൾ കരുത്തേകി. പ്രസാദ് പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള സാംസ്കാരികവും ആത്മീയവുമായ സ്ഥലങ്ങളുടെ വികസനത്തിനായി ഏകദേശം 1900 കോടി രൂപ സർക്കാർ നിക്ഷേപിച്ചു. സ്വദേശ് ദർശൻ പദ്ധതി യാത്രാ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി. 76 പദ്ധതികൾക്കായി 5292.91 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. സ്വദേശ് ദർശൻ 2023-25 കാലയളവിൽ 34 പദ്ധതികൾക്ക് കൂടി അംഗീകാരം നൽകി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.